ദൈവാത്മജനെ ശാശ്വതരാജ്യേ സേധർമധ്യേ ശുദ്ധരോടൊന്നായ ആശ്വാസം നൽ ആചാര്യനായി. കർത്താവേ, നിന്നിഷ്ടം ചെയ്ത നിർമ്മലരൊപ്പം ഈ ഭ്രാതാവിൻ ആത്മാവിനു നീ നൽകുക ശാന്തി. നീതിജ്ഞന്മാർ പുണ്യം ചെയ്തോർ സ്നേഹർ താതന്മാർ എന്നിവർ തൻ സംഘങ്ങളിൽ ഇവനെ ചേർത്തിടണേ. പോവുക ശാന്ത്യാ ചേരു ശോഭിത പുത്രഗണത്തിൽ പാടുക സ്തോത്രം ദൈവപ്രിയരോടൊന്നായി നീയും. പോവുക ശാന്തിയാ വെളിവിന്നറയിൽ വാണാലും നീ ജീവൽ ഭവനെ നിന്നെ നയിച്ചോൻ വാഴ്ത്തപ്പെട്ടോ. ആചാര്യശാമിശിഹാകൂദാശകളർപ്പിച്ചു ഈ ആചാര്യൻ ഏകുക പുണ്യം നാഥാസ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ പാടുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് തൻ്റെ സിംഹാസനത്തിലേക്കുയർത്തി തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിന് സ്തുതി. നിന്റെ ദാസനും ഞങ്ങളുടെ വന്യപിതാവുമായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവാ തിരുമേനിയുടെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ആമീൻ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായായ ദൈവമേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുൻപാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവായ്ക്കു വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമ്മാശന്മാർക്കു വേണ്ടിയും അശുദ്ധരും നിന്റെ ദാസരുമായ ഞങ്ങൾ നിന്റെ ദയയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ നീ ന്യായം വിധിക്കരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്കാൽമീക കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായ്കളും നാവുകളും അടച്ചു പൂട്ടുകയായി തീരുവാൻ തക്കവണ്ണം അവയെ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാർ അവയെ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങൾ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും
പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെ ഓർത്ത്. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ എന്നിയമത്തെയും ഞാനുപദേശിക്കും. സാക്ഷ്യമിതും ബാറയ്ക്കുമോ ശുഭഹോലാബോലബ്രോവൽ റൂഹുക്കാദീശോ മൻ ഓലം വാദാമുൽ ഓലം വൽമീനാമീ. ശുചിയോടു ശുദ്ധ്യ ബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പോകി വാനവരുത്തു വസിക്കേണം. സൗമൻ കാലുസ് കുരേലായിസോ നിർമ്മല മദ്ബഹായിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷി ചോരാ വൈദികരെ പിഞ്ചെല്ലും മാദേവാ ഗാരേ ബാറക്കുമോ ശുഭഹോലാബോ ലബ്രോവൽ റൂഹുക്കാദീശോ ഭംഗ്യാ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ കേണം മൊറിയോറാഹെ ആലൈനുവാദാരേ ആചാരേശ മശിഹാകോദാ ശകളർപ്പിച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം നാഥാസ്തോത്രം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടുകൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്.
സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായി ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് നശ്വരവും മർത്യമായത് മർത്യവുമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് നശ്വരതയും മർത്യമായത് മർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലമായിരിക്കുവൻ. ആഹായി ബാറയ്ക്കുമോ. നശ്വരമാം വീടേ, എന്തിനു മോഹിപ്പിച്ചെന്നെ? പാപക്കടലേ, നീ എന്തിനാഴത്തിൽ താഴ്ത്തി? പായും ജീവിതമേ ക്ലേശിപ്പി എന്തിന്നെ?
നാഥൻ നോക്കിപ്പാക്കും സ്ഥാനത്തിൽ നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂഷകളാ എന്നെ നീ കിളിയെ പോലെ വീഴിച്ചു കെണികളിലെന്നെ ഞാൻ പോകും നേരം വിരലുകളിൽ നീ പിടികൂടി ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനേ പോ ന്യായാധിപനീശൻ സംസാരിക്കുമ്പോഴയ്യോ ഞെട്ടിടും വിറകൊണ്ടിടും ശ്രേഷ്ഠ സഹജ പോവുക ശാന്ത്യ ജീവൽ സ്ഥാനമതിൽ നിന്നേറ്റും നാഥൻ മുഖത്തെളിവോടു പുനരുത്ഥാനത്തിൽ എതിരേൽപ്പിനു പോകും തൽസ്തുതി നീ പാടിടും പോവുക ശാന്ത്യ മഹിതാചാര്യ നാഥൻ സ്തുതി പാടാൻ നിന്നെ ചേർത്തതിനാലേ നീ സേവിച്ചൊരു സ്രഷ്ടാവായോ സ്വർഗ രാജ്യത്തിൽ മോദിപ്പിച്ചിടും നീതിമാന്മാർ വസിക്കുന്ന സ്ഥലം ചെന്നു കാണുവാൻ ഈ നശ്വര ലോകത്തു നിന്നും
നിത്യതയിലേക്കുള്ള യാത്രയിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. സഹോദരരെ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്കൊരു പാലമായി തീരട്ടെ. അങ്ങനെ അപകടമേഖല തരണം ചെയ്ത് ജീവന്റെ ആസ്ഥാനത്തേക്കും സന്തോഷമണവറയിലേക്കും ഞാൻ ചെന്നെത്തും. ദേവാലയമേ, സഹോദരരെ, വൈദിക ഗണങ്ങളെ, ദൈവജനമേ, നിങ്ങൾ ക്ഷേമമായി വസിക്കുവിൻ. സ്വർഗരാജ്യത്തിൽ സ്വീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിപ്പിൻ. അന്ത്യവിധിയുണ്ടാകുകയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് സമാധാനം പറയാൻ നിൽക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗീയ രാജാവേ, നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. ഞങ്ങളുടെ സഹോദരാ, നിനക്ക് കൂട്ടായിരിക്കുന്ന ആത്മീയ ചിറകുകൾ അബ്രഹാമിന്റെ പാവനമായ മടിയിലേക്ക് നിന്നെ വഹിച്ചുകൊണ്ടു പോകുമെന്ന് ലോകം വിട്ടുപോയ നീതിമാന്മാർ പരസ്പരം പറയുന്നു. കർത്താവേ, നിന്നിലുള്ള പ്രത്യാശയോടുകൂടെ നിദ്ര പ്രാപിച്ച ആചാര്യനെ നിന്റെ സ്വർഗീയ ഭവനത്തിൽ മഹത്വം ധരിപ്പിക്കണമേ. വംശങ്ങളെയും ഗോത്രങ്ങളെയും ന്യായം വിധിക്കാനായി നീ ആഗതനാകുമ്പോൾ, വിശ്വസ്ത സഭയിൽ നിനക്ക് ശുശ്രൂഷ ചെയ്ത ആചാര്യന് നിന്റെ കരുണ ധാരാളമായി നൽകുകയും സഭയുടെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുവാനിടയാകുകയും ചെയ്യണമേ. ശവകുടീരങ്ങളിൽ വസിക്കുന്നവരെ, സന്തോഷിച്ചാനന്ദിപ്പിൻ. വിലാപവും നിലവിളിയും അകറ്റിക്കളയുവിൻ. എന്തെന്നാൽ മണ്ണാലാദാമിനെ മെനഞ്ഞവൻ സ്വമനസാല മരണം ആസ്വദിക്കുകയും തന്റെ പുനരുത്ഥാനം വഴി ജീവസമ്പൂർണമായ പ്രത്യാശ കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്തു.
കിരീടം ധരിച്ച് കുരിശുമരണത്തിന് സ്വയം വിധേയനാക്കി പിതാവിന്റെ തൃക്കരങ്ങളിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ച കിരീടങ്ങൾ നിർമ്മിക്കുന്നവനായ രാജാധിരാജാവേ, നിന്റെ കൽപ്പനകളാകുന്ന തോട്ടത്തിൽ അധ്വാനം ചെയ്ത് നിന്റെ സന്നിധിയിലേക്ക് കടന്നുവന്ന നിന്റെ ആചാര്യന് നല്ല ഓർമ്മയുണ്ടാക്കണമേ. നിന്റെ മഹിമ പ്രത്യക്ഷപ്പെടുന്ന നാളിൽ നിന്റെ ആചാര്യനെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തേണമേ.